ഹലോ ഹായ് അസ്സാം വലൈക്കും നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ള ഒരു ചെറിയ വീഡിയോ അല്ല, ഒന്നുമില്ല, നമ്മളെ പോയ മൊയ്തീനുണ്ണി എന്തൊക്കെ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് ആളുകൾ വീഡിയോ അയച്ചു തന്നിരുന്നു. കൽക്കട്ട പ്ലാന്റുകൾ കായ്ക്കൂലെന്ന്. കൽക്കട്ട പ്ലാന്റുകളല്ലാത്ത ഏത് പ്ലാന്റാണ് നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത് നമ്മൾ വെക്കുന്നത്? ഈ നാംഡോക്ക് ആണെങ്കിലും ബനാന ആണെങ്കിലും മുസംബി എന്ന് പറച്ചിൽ തുടങ്ങിയത് ആരും ഒന്ന് പരിചയപ്പെടുത്തിയിട്ടാ. ഈ നാംഡോക്ക് മാവിനൊക്കെ പരിചയപ്പെടുത്തിയത് ആരാ? ബനാന മാങ്ങ പരിചയപ്പെടുത്തിയത് ആരാ? ഇപ്പോൾ ഒരു എന്തിക്കാൻ പറ്റാത്ത ഒരു എന്താ ഇപ്പോൾ പറയുക അയാൾക്കൊക്കെ. കാരണം അവിടെ നിന്നൊക്കെ ഓരോ കാഴ്ച തൈകൾ മോഹവില എടുത്ത് കൊണ്ടുവരിക വെക്കുക, എന്നിട്ട് കുറേ ആളുകൾക്ക് അത് അയാളുടെ ജീവിതമാർഗ്ഗമാണ്. നമ്മളും കൊടുത്തിരുന്ന തൈകൾ ഇവിടുന്ന് അബിയു വലിയ കാഴ്ചതാണെങ്കിലും റെഡ് റൂബി ലോങ്ങനാണെങ്കിലും ഇപ്പോൾ ഭയങ്കര അഭിമാനത്തോടെ പറയുന്ന മൂപ്പർക്ക് വീഡിയോ കാണിക്കുന്ന ബേറാപ്പിള് ഏറ്റവും വലിയ ആപ്പിളാണ്, ഇത്ര ടേസ്റ്റുള്ള വേറെ ആപ്പിളില്ല എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ വീഡിയോ ചെയ്യാനും കുറേ മരമന്തുകളും. ആ മരമന്തുകളുടെ അവസ്ഥ പറയുകയാണെങ്കിൽ ആ വീഡിയോ ചെയ്യുന്ന ആളുകൾ തലേന്ന് പോയിട്ട് ഇത് ഇന്ത്യൻ മുസംബിയാണ്, ഇത് അങ്ങോട്ടാണ്, ഇത് ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് അങ്ങനെ കായ്ക്കും ഇങ്ങനെ കായ്ക്കും എന്ന് പറഞ്ഞു. പിറ്റേന്ന് വന്നിട്ട് ഈ ഇത് കേരളത്തിൽ എന്താണ് സുഹൃത്തുക്കളെ, എത്രത്തോളം വിവരമുണ്ട് എന്നുള്ളതാണ്. ഇത് മറുപടി പറയണ്ടെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ നിരന്തരം ഇങ്ങനെ ആളുകൾ ആ വീഡിയോ എടുത്ത് തരാണ്, ഞങ്ങളൊക്കെ തെറ്റിദ്ധരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ ഇട്ടുന്നത്. കാരണം നമ്മുടെ 1.5 മാസം മുന്നേ ചെയ്ത വീഡിയോ ചെടികൾ മുരടിച്ച് നിൽക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആ വീഡിയോ കണ്ടിട്ട് അതേപോലെ പ്രാക്ടിക്കൽ ചെയ്ത് ഒരുപാട് ദിവസം ഒരു 10 കാളെങ്കിലും വരും. അങ്ങനെ രസമാക്കുക, അങ്ങനെ രക്ഷപ്പെട്ട് ഇങ്ങനെ രക്ഷപ്പെട്ട് അങ്ങനെ ഇതായി ഇങ്ങനായി. ചിലർ വീഡിയോ ആണ് അയച്ചു തരല്, ചിലർ ഫോട്ടോ ആണ് അയച്ചു തരല്, ചിലർ വോയിസ് കോളായിട്ടാണ് വരല്. അപ്പോൾ ഇയാൾ ഇവിടെ എന്നാണ് തോന്നുന്നത്, തൃശ്ശൂർ കണ്ണൂർ ആ ഭാഗത്താണ്, സോറി നാദാപുരത്തുള്ള മുഹമ്മദ് ഖാൻ പേര്. അപ്പോൾ പുള്ളി ഒരു വീഡിയോ അയച്ചു തന്നിരുന്നു. ആ വീഡിയോയിൽ നമ്മളെ സീറ്റ് ബുഷ് ഓറഞ്ച് കാഴ്ചത് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്നിപ്പോൾ വെക്കാൻ, ഇയാൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോ പാലും വെള്ളത്തിൽ തന്നെ തരുന്നുണ്ട്. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരാളെ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് പൂർണ്ണ വീഡിയോ ബനാന മാംഗോ ഇവിടുന്നാണ്, എന്തൊക്കെയാണ് അവിടെ കാഴ്ച വെക്കുന്നത്, അതൊക്കെ ആരെ പ്ലാന്റുകളാണെന്നൊക്കെ വിശദീകരിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് നേരെ നമ്മളെ മുഹമ്മദ് സാഹിബിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. റസാക്ക് ഭായി, നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തു. വാങ്ങി വെച്ചിട്ട് അതേ നിപ്പ് ഒരു ഉറങ്ങിക്കിടന്ന പോലെ കിടന്നായിരുന്നു. ഇത് നാൻഡോക്ക് ഗോൾഡ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ വളം 2 ദൂരേക്കുന്ന് ആ മണ്ണ് ഒക്കെ നീക്കി നല്ലോണം ഞാൻ കുറച്ച് ആറ്റിലങ്ങ് നീക്കളഞ്ഞിന്. നീക്കിയതിന് ശേഷം നിങ്ങൾ പറഞ്ഞ മാതിരി ആട്ടുംപിട്ട, ചാണകപ്പൊടി, എല്ലുപൊടി, പിന്നെ അതൊക്കെ ഇട്ട് കുറച്ച് ഒരു 50 ഗ്രാം ഒമിക് ആസിഡും അതും അങ്ങ് വിതറിക്കൊടുത്ത് നോക്കുമ്പോൾ കണ്ടോ തളര നല്ല നീളത്തിലാണ് വന്ന് കൊടുത്തു. കണ്ടോ ഒക്കെ റെഡിയായി വന്ന്. താങ്ക് യു. ഈ അറിവ് കിട്ടിയ വില ഉപകാരം. കണ്ടോ ഇതാ കുറേ എല്ലാം തീർത്ത് വരുന്നുണ്ട്, കുറേ തീർത്ത് വന്നു. ഓക്കെ, എന്നെ കാണില്ല, ഇതാ റെഡി ആയിട്ടുണ്ട്. കണ്ടോ ഇതാ സൂപ്പറായി വന്നിട്ടിതാ. ഇതാ ഇതൊക്കെ തേപ്പൊക്കെ വന്നു കഴിഞ്ഞു ശരിക്ക്. അതേപോലെ തന്നെ നിങ്ങളെ ബുഷ് ഓറഞ്ച് ചൈനീൻ്റെ എൻ്റെ അടുത്ത് ഞാൻ പോകുന്നത് ഇതാ ചുവന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നൊരു അടുത്ത മാസം കൊണ്ട് റെഡി ആവുന്ന ഉണ്ടോ. നമ്മളെ ബുഷ് ഓറഞ്ച് ഇതാ കൊലയായിട്ട് ബെഞ്ചായി നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾ ടാഗോ ഞാൻ അയച്ചിട്ടില്ല. ഇതാ മാൻഡ്രീൻ,
അതും അതുപോലെ ശരിക്കും തുറന്ന് വെള്ളയിലിട്ട് കുറച്ച് തൂപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്. ഓക്കെ, താങ്ക് യു.